അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പലസ്തീൻ മക്ലൂവ. പലസ്തീൻ മക്ലൂവ എന്ന് വെച്ചാൽ പലസ്തീനിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മന്തി പോലുള്ള ഒരു ഡിഷാണ് ഈ പലസ്തീൻ മക്ലൂവ പറയുന്ന സാധനം. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ അതിന് ആവശ്യം കിട്ടും. അപ്പോൾ പച്ചക്കറിയൊക്കെ നല്ല വൃത്തിയെ കഴുകി നമുക്ക് കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി പലസ്തീൻ മക്ലൂവ ഉണ്ടാക്കാം. എന്താ ചന്ത പച്ചക്കറികൾ തിളങ്ങണാണ്. എന്താ വഴുതിന് ഏകദേശം നമുക്ക് ഇതിന് നീളത്തിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. വഴുതിരിക്കെ വെട്ടിയതും വെള്ളത്തിലാണ്. അല്ലെങ്കിൽ എന്താ പറയുക, സാധനം കറക്കും. തക്കാളി മതി. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേലി, ഉള്ളി, ചിക്കൻ അല്ലേ, പാകത്തിന് ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി,
ഒരല്പം മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് വെള്ളം ഒന്നറയ്ക്കാം. നാരങ്ങൻ്റെ തൊലി കളക്കട്ടെ. ഒഴുക്കി വെള്ളം എന്താ മതി. തിളച്ചു. ഓക്കെ, ഇനി നമ്മുടെ ചിക്കൻ മൊത്തം നമുക്ക് കോരിയെടുക്കാം. ഹാഫ് വെന്താൽ മതി, ഫുള്ള് വേണ്ട. ഒരു പീസ് അതിലുണ്ട് അല്ലേ? ഇത് നമുക്ക് അരിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊരു വെറൈറ്റി സാധനമാണ്. മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് പട്ട പൊടിച്ചത്, കുറച്ച് ക്രാമ്പ് പൊടിച്ചത്, ഏലക്കായ പൊടിച്ചത്, ജീരകം പൊടിച്ചത്. ഇത് അരിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് പൊട്ടിക്കണം. ആദ്യം ചട്ടിയിൽ ഒരു അല്പം ഓയിൽ. ഇനി നമുക്ക് വഴുതിരിങ്ങ ഓരോന്ന് വെച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കണം. ഇനി കുറേ ശാരി വിട്ട് നല്ല ഫില്ലാക്കി ഇടണം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു പരിപാടി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളം കട്ടണം. ഈ അധികം കത്തണത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പതുക്കൊഴിക്കും, ഒരുപാട് ശക്തി ഒഴിക്കില്ല. ഇത് തീ കത്താനും വന്നേട്ടാ. അടച്ച് ഇരിക്കട്ടെ, ദമ്മിലിരിക്കട്ടെ. തുറക്ക് സാധനമായില്ലേ? അത് പയർ പോലെ ചോറിനെ ചോർപ്പോ. നമുക്കിന് ഇത് മറിക്കാനുള്ള പരിപാടി കേട്ടോ. നല്ല ഇത് നമുക്കൊരു പ്ലേറ്റ് വെക്കാനും പോകുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ മറിച്ച് കമിഴ്ത്തി എടുക്കാനല്ല, കറക്റ്റായിട്ട പ്ലേറ്റ്. ഇത് നമുക്ക് 2 കല്ല് വെച്ചിട്ട് വേണം എടുക്കാൻ. കാരണം എന്താ പറയുക, ചോറ് ഫുള്ളായിട്ടില്ല, അതുകൊണ്ടാണ്. നമുക്ക് കൂടെ അല്ലേ, കറക്റ്റല്ലേ? ഇവിടെ എത്തിക്കട്ടെ. സംഭവം എന്തായിരുന്നത് നല്ല പൊക്കി നോക്ക്. അടിപൊളി. പതുക്കെ ഇങ്ങനെ ഊരിടുക. വാ, ചോറിന് ടേസ്റ്റ് അല്ലേ?
അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണ്ട. ആരാണ് ഇതിൻ്റെ പേരറിയോ? പറയും. ഇതാണ് പലസ്തീൻ മക്ലൂബ പറഞ്ഞ സാധനം. ഇത് ലേശം സൈഡ് വെക്കട്ടെ, ഞാൻ അതിലൊഴിക്കില്ല. ആ ചോറിൻ്റെ രുചി അറിയാണ്ട് ചോറ് കഴിച്ചു തോന്നുന്നത് അല്ലേ? കഴിച്ചോ. ഞാൻ തുടങ്ങാൻ പോണേ. കഴിച്ചോ അല്ലേ? ഇത് ഇവിടെ താഴെ വെക്കാം, സ്ഥലമില്ല. ഇത് എൻ്റെ ക്യാമറാമാൻ്റെ അളിയനാണ് കേട്ടോ. ക്യാമറാമാൻ ഇതുവരെ കാണിച്ചില്ല, അളിയനെ കാണിക്കാം ഏട്ടാ. അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ സാധനം അല്ലേ? സൈഡ് അങ്ങനെ എടുക്കാം കറക്റ്റായിട്ട്. ആ ചോറ് അതാ ടേസ്റ്റ് അല്ലേ? ഒരു വെറൈറ്റി ആണ്. നമ്മൾ റൈസിൽ മസാലയൊക്കെ തെരഞ്ഞിട്ട് ആ സാധനം ഉണ്ടാക്കി കേട്ടോ, ഭയങ്കര രുചിയത്. എങ്ങനെയുണ്ട് പിള്ളേരെ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? സംഭവം പലസ്തീൻ മക്കള് പോട്ടാ. ആ ഇതിൻ്റെ സാധനം ശരിക്കുള്ള ടേസ്റ്റ് എന്താ പറയുക? ഇതിൻ്റെ പച്ചക്കറികളാണ് ഈ സാധനങ്ങളൊക്കെ അല്ലേ, ഈ വഴുതിരിങ്ങി സാധനങ്ങളൊക്കെയാണ് ശരിക്കുള്ള ടേസ്റ്റ്. നമ്മളിതിലൊന്നും ഉപ്പിട്ടില്ല കേട്ടാ, പക്ഷേ നമ്മൾ ഉപ്പിട്ട് വെച്ച ചിക്കൻ്റെ ആ വെള്ളം ഒഴിച്ചാണ്, ആ വെള്ളത്തിലുള്ള ഇതൊക്കെ ഇതിനകത്തുണ്ടാവും. വെജിറ്റബിളാണ് രുചി. ചിക്കൻ ചിക്കനൊക്കെ പഞ്ഞു പോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം നല്ല എല്ലാ സാധനവും അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ശരി. ഇതിൻ്റെ ചെറിയ ചട്ടിയിലാണ് കാരണം അറിയാം, ഇത് മറിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ JCB കൊണ്ടൊന്നും മറിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചട്ടി ഉണ്ടായത്. ഇത് ചെറിയ ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതെന്തായാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾ കൊടുക്കാനുള്ള ഉള്ളൂ കേട്ടോ. 5 കിലോ അരിയാണ് നമ്മൾ വെച്ചത്. നമ്മളും കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനം അതിനകത്തുള്ളൂ. ഈ സാധനമുണ്ട് നമ്മുടെ സ്പെഷ്യലാണ്. പേര് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. നല്ല ടേസ്റ്റ് സാധനം. ഈ ചട്നി ഇത് പുതിയ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്കൊരു ദിവസം ഉണ്ടായി കാണിക്കാം കേട്ടോ. ഇതൊരു അറബികളുടെ ഒരു സാധനം തന്നെയാണ്. അറബികളുടെ ഒരു, പക്ഷേ അതിൽ ചെറിയ നമ്മുടെ കൊടുക്കകളൊക്കെ ചേർക്കുന്നത് മാത്രം. കണ്ണാട്ടാ എങ്ങനെയുണ്ട് സാധനം പറയാം? സൂപ്പറായിട്ടുണ്ട്. വെറും സൂപ്പറാണോ? സൂപ്പർ സംഗതി വെറുതെ പറഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ സാധനം. നല്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കാം, മടുപ്പില്ലാതെ ഇങ്ങനെ കഴിക്കാട്ടാ. ഇതൊരുപാട് അടുപ്പ് ഭയങ്കര ഫയർ ചെയ്ത് കത്തിക്കാൻ വേണം, വളരെ പതുക്കെ കത്തിച്ച് ചോറിന് ഇങ്ങനെ കഴിച്ചാൽ. ഒരുപാട് തിളയ്ക്കാനും പാടില്ല, എന്നാൽ തിളയ്ക്കും വേണം, ക്ഷമ വേണം. നമ്മൾ അടുപ്പിൽ കുക്കുന്ന കേസല്ലാട്ടത്, നമ്മളിങ്ങനെ ഒരു ശ്രമത്തിലൂടെ എടുത്തത് മാത്രമാണ്. ഇത് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആസ്തിയിൽ വന്ന് സെറ്റാവുക. അപ്പോൾ നമ്മളിത് നമ്മളോട് വീഡിയോയ്ക്ക് ഹെൽപ്പ് ചെയ്യണ എല്ലാ കുട്ടികളുടെ വീട്ടിൽ നമുക്ക് കൊടുത്തു അല്ലേ? കുറച്ച് വീട്ടിൽ കൊടുത്തിട്ട് എല്ലാവരും വിളിച്ച് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മറിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയും വലിയ ശ്രമം നടത്താത്തത്. ഇതന്നെ ഒരു ഇതിൽ നമ്മൾ എടുത്താണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലൊരു വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ. എല്ലാവരും ബൈ പറയും. ആവേശം കണ്ടു, ചോറ് തിൻ്റെ ആവേശം വേണമല്ലോ. അത് ചോറ് തിന്നിങ്ങനെ മയങ്ങിയിരിക്കണം. നാണോ